വെറും 15 സ്ട്രക്ചേഴ്സ് അറിഞ്ഞിരുന്നാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെ പറ്റും. എങ്ങനെയെന്നല്ലേ? അതിനായി നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നാണ്. ഈസി ആയിട്ട് നമുക്കത് പഠിക്കാൻ പറ്റും. ഫസ്റ്റ്ലി, ഇംഗ്ലീഷിലൊരു സെന്റൻസിൽ എന്തൊക്കെ കമ്പോണൻസ് ആണുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇംഗ്ലീഷിൽ എല്ലാ ആക്റ്റീവ് സെന്റൻസുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സബ്ജക്റ്റിലായിരിക്കും. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആരാണോ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അയാളെ നമ്മൾ സബ്ജക്റ്റ് എന്ന് വിളിക്കും. അതിപ്പോൾ ഒരാളുടെ പേരാകാം, അല്ലെങ്കിൽ പേരിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആവാം, അല്ലെങ്കിൽ ഒരു വസ്തു ആവാം. സബ്ജക്ട്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, സിംഗുലർ ആൻഡ് പ്ലൂറൽ. ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ സിംഗുലർ സബ്ജക്റ്റ് എന്നും, ഒന്നിലധികമാണെന്നുണ്ടെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് എന്നും വിളിക്കുന്നു. എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഐ, ഹി, ഷീ, ഇറ്റ്. ഇപ്പം ഒരാളുടെ മാത്രം പേര്, അല്ലെങ്കിൽ എന്താണ്, ഇപ്പം ഡോഗ്, പ്ലാന്റ്, ഇതെല്ലാം എന്താണ്? സിംഗുലർ സബ്ജക്ട്സ് ആണ്. പ്ലൂറൽ സബ്ജക്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിലധികമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്ലൂറൽ സബ്ജക്ട്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ വി, ദേ, യു, പീപ്പിൾ, ഡോഗ്സ്, സ്റ്റുഡൻസ്, ഇതെല്ലാം എന്താണ്? പ്ലൂറൽ സബ്ജക്ട്സ് ആണ്. നെക്സ്റ്റ് എന്താണ് നമ്മുടെ സെൻറ്റൻസിലുള്ളത്? ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്യാണ്, ലാസ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ലുക്ക് അറ്റ് ഹിയർ, ദിസ് ഈസ് വർക്ക്. വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ നമ്മൾ ഇംഗ്ലീഷിൽ വേർബ് എന്ന് വിളിക്കുന്നു. ദിസ് ഈസ് വേർബ്. അപ്പം നമ്മൾ മലയാളത്തിൽ ഇപ്പം ഞാൻ പഠിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ പഠിക്കുക എന്നുള്ളതാണ് വെർബ് അല്ലേ? അപ്പം അത് നടന്നു കഴിഞ്ഞ ഒരു കാര്യമാകുമ്പോഴോ, ഞാൻ പഠിച്ചു എന്ന് പറയുമ്പോൾ പഠിച്ചു എന്നുള്ള വേർഡ് ഡിഫറെൻ്റ് ആണ്. പഠിക്കുക, പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിലും എന്തുണ്ട്? വെർബിന് ചേഞ്ചസ് ഉണ്ട്. അതായത് ഇപ്പോഴുള്ള കാര്യങ്ങൾ, പ്രസൻറ്റിലുള്ള കാര്യങ്ങൾ പറയുന്ന വേർഡ് അല്ല നമ്മൾ പാസ്റ്റിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്കതിനെ 3 തരം തിരിക്കാൻ പറ്റും. V1, V2, V3. ഇതിൽ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴുള്ള കാര്യങ്ങൾ പറയാനും ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നു. അപ്പം ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം സ്റ്റഡി എന്നൊരു വേർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്താണ്? പഠിക്കുക എന്നാണ്. അപ്പം അത് V2 ആകുന്ന സമയത്ത് ഇതാ സ്റ്റഡീഡ് എന്നാകുന്നു. V3 ആകുമ്പോഴും സെയിം തന്നെയാണ് വരുന്നത്. സോ ഇതിൻ്റെ ഫസ്റ്റ് ഫോം, ബേസ് ഫോം എന്ന് പറയുന്നത് നമ്മൾ പ്രസൻറ്റിലുള്ള കാര്യങ്ങൾ, ഇപ്പോഴുള്ള കാര്യങ്ങൾ പറയാനും അതുപോലെ തന്നെ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ പറയുവാനും യൂസ് ചെയ്യുന്നു. V2 എന്നത് നമ്മുടെ ലൈഫിൽ നടന്ന് കഴിഞ്ഞ കാര്യങ്ങൾ, പാസ്റ്റ് ടെൻസിൽ നമ്മളിത് യൂസ് ചെയ്യുന്നു. V3 നമ്മൾ യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് എന്നൊരു ടെൻസിലും പാസീവ് ഫോംസിലുമാണ്. അത് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല. നമുക്ക് എങ്ങനെയാണ് V2 V3 കിട്ടുക? ഇപ്പം നമുക്ക് V2 V3 കിട്ടാൻ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. ഇപ്പം ഒരു വേർഡ് എടുക്കുവാണെങ്കിൽ, വർക്ക് എന്നൊരു വേർഡ് എടുക്കുന്നു, ഇതിൻ്റെ കൂടെ ED ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാറുണ്ട്? V2 V3 മിക്ക വേർബ്സിൻ്റെ അങ്ങനെ കിട്ടാറുണ്ട്. ബട്ട് ചില വേർബ്സിന് നമുക്ക് അങ്ങനെ കിട്ടാറില്ല. ഒരു എക്സാമ്പിൾ പറയാം. അപ്പം ഈറ്റ് എന്നൊരു വേർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഫോം വരുന്നത് ഏറ്റ് ആണ്, തേർഡ് ഫോം വരുന്നത് ഈറ്റൺ ആണ്. മിക്ക വേർഡ്സിൻ്റെയും V2 V3 നമുക്ക് അതിൻ്റെ കൂടെ ED ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഒരു സെൻറ്റൻസിൽ ഇനിഷ്യലി വരുന്ന സബ്ജക്റ്റ് ആണ്, പിന്നെ എന്താണ് വരുന്നത്? നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ. അത് 3 ടൈപ്പാണ് ഉള്ളത്. പിന്നെ എന്താണ് ഒരു സെൻറ്റൻസിൽ വരിക? സോ ദിസ് വൺ, നമ്മുടെ സബ്ജക്റ്റിനെയും വെർബിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്മോൾ വേർഡ്സിനെ നമ്മൾ ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ശരിക്കും ഈ ഹെൽപ്പിംഗ് വേർബാണ് ഈ സെൻറ്റൻസ് ഏത് സമയത്താണ് നടന്നതെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നടന്നു കഴിഞ്ഞ കാര്യമാണോ, പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ കാര്യമാണോ, ഫ്യൂച്ചറിൽ നടക്കാനിരിക്കുന്ന കാര്യമാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? ഈ ഹെൽപ്പിംഗ് വേർബ്സ് ആണ്. ഈ ഹെൽപ്പിംഗ് വേർബ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, ഇതൊക്കെയാണ് എന്ത്? ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറയുന്നത്. ഏകദേശം 20ഓളം ഹെൽപ്പിംഗ് വേർബ്സ് ഉണ്ട്. ഒരു സെന്റൻസിന്റെ ഫസ്റ്റിൽ എന്താ വരുന്നത്? സബ്ജക്ട്സ് ആണ് വരുന്നത്. സോ സബ്ജക്ട് ക്യാൻ ബി എയ്തർ സിംഗുലർ ഓർ പ്ലൂറൽ. സബ്ജക്ട്സ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ഫസ്റ്റ് നമ്മൾ നോക്കണം. സോ ഇതനുസരിച്ചിട്ടാണ് ആ ഹെൽപ്പിംഗ് വേർബ്സിനും ചേഞ്ചസ് വരും. അതായത് ഐ ആം സ്റ്റഡിയിങ്, ഈ ഒരു എക്സാമ്പിളിനകത്തിൽ ഐ ആം സ്റ്റഡിയിങ്, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ മീനിങ് വരിക. ഈ സെയിം സെന്റൻസ് തന്നെ ഷീ ചേർത്ത് വരുമ്പം ഷീ കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്? ഈസ് ആണ് വരുന്നത്. ഷീ ഈസ് സ്റ്റഡിയിങ്. സോ ഒരു സെൻറ്റൻസിൻ്റെ ആദ്യം സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നതനുസരിച്ചിരിക്കും അത് കഴിഞ്ഞിട്ട് വരുന്ന ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത്, എന്ത് ആക്ഷൻ ആണോ ചെയ്തത്, അത് നമ്മൾ കൊടുക്കുക. സോ ഇതാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദ ബേസിക്സ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചർ. സബ്ജക്റ്റ്, ഹെൽപ്പിംഗ് വെർബ് ആൻഡ് എ മെയിൻ വെർബ്. ദിസ് ഈസ് ദ ഫോർമാറ്റ്. Subject will be there, helping verb and a main verb. ഇത്രയും കാര്യങ്ങൾ സെൻറ്റൻസിൽ
ഒരു പർട്ടിക്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ സമയത്ത് നടന്നു കഴിഞ്ഞ ആക്ഷൻസ് ഇംഗ്ലീഷിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്.